ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ സംഗീതപ്രേമികളെ വലിയൊരു കൂട്ടത്തെ തന്റേതാക്കി മാറ്റിയ റാപ്പർ വേടനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. തൃശ്ശൂർക്കാരനായ ഹിരൺദാസ് മുരളിയെ എന്നതിനേക്കാൾ ആരാധകർ റാപ്പൻ വേടനാണ്. പിച്ച് വെച്ച് തുടങ്ങിയ കുഞ്ഞുങ്ങൾ മുതൽ പല പ്രായത്തിലുള്ള വേടന്റെ ആരാധകരാണ്. വേടൻ സ്റ്റേജിൽ പാടിത്തിമിർക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആരാധകരാണ് ആ ശബ്ദത്തിനൊപ്പം ആടിത്തിമിർക്കാറുള്ളത്. സിനിമാ പിന്നണി രംഗത്തും സജീവമായി നിൽക്കുന്ന വേടൻ കുട്ടിക്കാലം മുതൽ തനിക്കുണ്ടായതും കണ്ടതും കേട്ടതുമായ അനുഭവങ്ങളിലൂടെയാണ് റാപ്പിലൂടെ അവതരിപ്പിക്കാറുള്ളത്. അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊന്നും തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം തുറന്നു പറയാൻ വേടൻ തയ്യാറായില്ല. അടുത്തിടെ വേടന്റെ അമ്മയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അമ്മ നിന്നിരുന്ന സ്ഥലത്തെ സ്ത്രീയാണ് വേടന് അമ്മയുടെ മനോഹരമായ ചിത്രം സമ്മാനിച്ചത്. വേടന്റെ കയ്യിൽ പോലും ഇല്ലാത്തൊരു ചിത്രമായിരുന്നു ലഭിച്ചത് എന്നതുകൊണ്ട് ഫോട്ടോ കിട്ടിയപ്പോൾ അത്ഭുതവും സന്തോഷവും എല്ലാം മുഖത്ത് പ്രകടമായിരുന്നു. 2020 കോവിഡ് കാലത്ത് 3 മാസത്തോളം മെഹൂദിയുടെ മണ്ണാശ്ശേരിയുടെ വീട്ടിൽ വേടന്റെ അമ്മ താമസിച്ചിരുന്നു. ശേഷമാണ് മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അപൂർവ ചിത്രം വേടനൊരു നിധി തന്നെയായിരുന്നു. ഇപ്പോഴിതാ ഒരു ചാനൽ നൽകി ഏറ്റവും അഭിമുഖത്തിൽ അച്ഛനെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചും വേടൻ പറഞ്ഞ വാക്കുകൾ വൈറലാകുന്നത്. അച്ഛനും അധികം സംസാരിക്കാറില്ലെങ്കിലും രണ്ടുപേർക്കും പരസ്പരം നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് വേടൻ പറഞ്ഞു. അടുക്കള ജീവിയാണ് അച്ഛൻ. പുലർച്ചെ 5:30 ആകുമ്പോഴും പുള്ളിക്കാരൻ എഴുന്നേൽക്കും. ശേഷം FM ഓണാക്കി വെച്ച് ഒപ്പം പാട്ടൊക്കെ പാടും. 7 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണമെല്ലാം തയ്യാറാകും. അപ്പനാണ് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നയാൾ. അടുക്കളയിൽ മറ്റാർക്കും കയറാൻ സമ്മതമില്ല. അങ്ങനൊരു വാശിയുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ പരസ്പരം ഒരുപാട് സംസാരിക്കാറില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാമെന്ന് വേടൻ പറഞ്ഞു. സ്കൂളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ക്ലാസ് മുറികളിൽ നിന്ന്. നമ്മളെ ജാതീയമായി ഏറ്റവും കൂടുതൽ വേർതിരിക്കുന്ന ഇടമാണ് വിദ്യാലയം എന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേരിൽ അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് എന്നെ ആരും ജാതി മനസ്സിലാക്കിയിരുന്നില്ല. ആ കാലത്തിൽ രക്ഷപ്പെട്ടു. ഈഴ തമിഴ് സ്റ്റൈൽ പേരാണ് വീട്ടിലെല്ലാവർക്കും. അവസാന യുദ്ധം നടക്കുന്ന സമയത്ത് അമ്മ ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്. പേരിൻ്റെ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടെങ്കിലും നമ്മൾ വരുന്ന ഇടയ്ക്ക് നിന്നും രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റില്ലല്ലോ. ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തുല്യരാണെന്ന് മനസ്സിലാക്കിയത് സ്കൂളിൽ നിന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജാതി കാണിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടീഷൻ ചെയ്യപ്പെട്ടൊരു സിസ്റ്റത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയല്ല. കണ്ടീഷൻ ചെയ്യപ്പെട്ടൊരു സിസ്റ്റത്തിൽ ജീവിക്കുന്ന വളർന്ന ആളായതുകൊണ്ട് കൂട്ടുകാരിൽ നിന്നും ഇത്തരത്തിൽ രീതിയിൽ ഉണ്ടാകും. ഇവരോട് ഇങ്ങനെ പെരുമാറാവൂ, ഇവർ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ള പഠനം വീട്ടിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ട്.